കേരള പോലീസിന്റെ ഓൺലൈൻ നിരീക്ഷണ വിഭാഗം. കേരള പോലീസിന്റെ ഓൺലൈൻ നിരീക്ഷണ വിഭാഗം. ഉത്തരം സൈബർ ഡോം. ഏതാണ്? സൈബർ ഡോം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2016 ഫെബ്രുവരിയിലാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കിലാണ് ഇതിന്റെ പ്രധാന IT റിസർച്ച് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ്. ഉത്തരം കോൺവാലിസ് പ്രഭു. ആരാണ്? കോൺവാലിസ് പ്രഭു. അപ്പോൾ അഡീഷണൽ പോയിന്റ് നോക്കേ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. അതുപോലെ ശാശ്വത ഭൂനിധി വ്യവസ്ഥ, ഇതൊക്കെ ചോദിച്ചാൽ ആരാണ് ഉത്തരം? അത് കോൺവാലിസ് പ്രഭു. പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്. സൈമൺ കമ്മീഷനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ലാലാ ലജ്പത് റായിയെ ലാത്തിചാർജ് ചെയ്യാൻ ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ട്. ചോദ്യം ശ്രദ്ധിക്കണേ. സൈമൺ കമ്മീഷനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ ലാലാ ലജ്പത് റായിയെ ലാത്തിചാർജ് ചെയ്യാൻ ഉത്തരവിട്ട പോലീസ് സൂപ്രണ്ട് ആരാണ്? ഉത്തരം ജെയിംസ് സ്കോട്ട്. ആരാണ്? ജെയിംസ് സ്കോട്ട് ആണ്. ആരല്ല? സാൻഡേഴ്സ് അല്ല. ഓക്കെ, ആരല്ല? സാൻഡേഴ്സ് അല്ല. അപ്പോൾ അതായത് ആള് മാറിപ്പോയിട്ടാണ് ഭഗത് സിംഗും കൂട്ടുകാരും ആരെ കൊന്നുകളയുന്നത്? സാൻഡേഴ്സിനെ വധിക്കുന്നത്. അതുപോലെ നോക്കി, ലാഹോർ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഭഗത് സിംഗിനെയും കൂട്ടുകാരെയും എന്ത് ചെയ്യുന്നത്? വിചാരണ ചെയ്യുന്നത്. അപ്പോൾ ലാഹോർ ഗൂഢാലോചന കുറ്റത്തിനകത്ത് 2 ക്രൈമുകളാണ് വരുന്നത്. ഒന്ന് ഏതാണ്? ഈ സാൻഡേഴ്സിനെ വധിച്ചതും അതുപോലെ 1929 ഏപ്രിൽ 8 ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ സെൻട്രൽ ഹാളിലേക്ക് ഭഗത് സിംഗും കൂട്ടരും എന്ത് ചെയ്തു? ബോംബ് പറഞ്ഞു. അപ്പോൾ ഇത് 2 ഉൾപ്പെടുന്നതാണ് ഏത്? ഈ ലാഹോർ ഗൂഢാലോചന കുറ്റം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ഔദ്യോഗിക പതാക നയം നിലവിൽ വന്ന വർഷം. ഇന്ത്യയുടെ ഔദ്യോഗിക പതാക നയം നിലവിൽ വന്ന വർഷം. അപ്പോൾ ഏത് വർഷമാണ്? 2002. അപ്പോൾ അഡീഷണൽ പോയിന്റ് നോക്കേ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക രൂപകൽപ്പന ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് സിസ്റ്റർ നിവേദിത. ആരാണ്? സിസ്റ്റർ നിവേദിത. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പുനഃസംഘടനയ്ക്കുള്ള 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള പുനഃസംഘടനയ്ക്കുള്ള 8ാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ജസ്റ്റിസ് രഞ്ജന ദേശായി. ആരാണ്? ജസ്റ്റിസ് രഞ്ജന ദേശായി. ഇന്റർപോളിന്റെ നിലവിലെ ആസ്ഥാനം. ഇന്റർപോളിന്റെ നിലവിലെ ആസ്ഥാനം. ഉത്തരം ലിയോൺ. ഏതാണ്? ലിയോൺ ആണ്. അപ്പോൾ അതെവിടെയാണ്? അത് ലിയോൺ. അത് ഫ്രാൻസിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്? ഉത്തരം 148. ആർട്ടിക്കിൾ 148. അപ്പോൾ അഡീഷണൽ പോയിന്റ് മറക്കലും. അതായത് CAG നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ് അല്ലെ. അപ്പോൾ CAG നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സാണ് ഇത് CAGയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. റഫറണ്ടം അഥവാ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയ നാട്ടുരാജ്യം. എന്താണ്? റഫറണ്ടം അഥവാ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെടുത്തിയ നാട്ടുരാജ്യം. ഏതാണ് ഉത്തരം? ജുനാഗഡ്. ഏതാണ്? ജുനാഗഡ്. അപ്പൊ മറക്കല്ലം ഓപ്പറേഷൻ പോളോ എന്ന 1948 അത് പ്രകാരം ഏതാണ്? ഹൈദരാബാദിനെ എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കേ. സർവേ ഭവന്തു സുഖിന എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? സർവേ ഭവന്തു സുഖിന എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? എന്തിന്റെ ആയിരിക്കാം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എന്തിന്റെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അടുത്ത ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, തെക്കേ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാദേശിക സഹകരണത്തിനായുള്ള സംഘടന. തെക്കേ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാദേശിക സഹകരണത്തിനായുള്ള സംഘടന. ഉത്തരം ഏതാണ്? സാർക്ക്. അതുപോലെ 1985 ഡിസംബർ 8 ഇത് നിലവിൽ വരുന്നത്. സാർക്കിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ബംഗ്ലാദേശിലെ ധാക്കയിലാണ്. മറക്കല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്യാബിനറ്റ് ആർക്കിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്യാബിനറ്റ് ആർക്കിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ്
മോർലി. ആരാണ്? ലോർഡ് മോർലി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് 75 എന്ത്? പ്രധാനമന്ത്രിയുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്? ഉത്തരം 1976. മൗലിക കടമകൾ എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ മൗലിക കടമകൾ പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 51A മറക്കല്ലേ, 51A. അടുത്ത ചോദ്യം, ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. ഏതാ? ഹൈഡ്രജൻ. അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും സുലഭമായ മൂലകമാണ് ഇത്? ഹൈഡ്രജൻ. അറ്റോമിക് സംഖ്യ 1 മൂലകമാണ് ഇത്? ഹൈഡ്രജൻ. അതുപോലെ കണ്ടുപിടിച്ചത് ആരാണത്? ഹെൻറി കാവൻഡിഷ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം. ഉത്തരം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. ഡ്രൈസെല്ലിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഡ്രൈസെല്ലിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഉത്തരം ഏതാണ്? അമോണിയം ക്ലോറൈഡ്. ഏതാണ്? അമോണിയം ക്ലോറൈഡ്. അതുപോലെ സാൽ അമോണിയാക് എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്ന? സാൽ അമോണിയാക്. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? തെക്കേ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആരെ അറിയപ്പെടുന്നത്? സൈമൺ ബൊളീവർ. ആരാണ്? സൈമൺ ബൊളീവർ. അതുപോലെ തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് അമേരിക്കക്കാർക്ക് മികച്ചത് എന്ന ആശയം അവതരിപ്പിച്ച ലഘുലേഖ. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് അമേരിക്കക്കാർക്ക് മികച്ചത് എന്ന ആശയം അവതരിപ്പിച്ച ലഘുലേഖ ഏതാണത്? ഉത്തരം കോമൺ സെൻസ്. ഏതാണ്? കോമൺ സെൻസ്. അടുത്ത ചോദ്യം, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏത്? ചോദ്യം ശ്രദ്ധിക്കണേ. എങ്ങനെയാ? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ കച്ചവടക്കാർ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ എന്തോന്ന്? വാണിജ്യ നയം ഏത്? ഉത്തരം മെർക്കന്റലിസം. ഏതാണ്? മെർക്കന്റലിസം. ഇന്ത്യയിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം. ഇന്ത്യയിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം. ഉത്തരം 2010. എന്നാൽ 2010 വേദി എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. അടുത്ത ചോദ്യം, മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഉത്തരം നെഫോളജി. ഏതാണ്? നെഫോളജി. അതുപോലെ മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നിംബോസ്ട്രാറ്റസ്. ഏതാണ്? നിംബോസ്ട്രാറ്റസ് ആണ്. അടുത്ത ചോദ്യം, കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത്. കേരള ശ്രീഹരി എന്നറിയപ്പെടുന്നത്. ഉത്തരം ഉള്ളൂര്. അതുപോലെ കേരള ശ്രീ ഹർഷൻ എന്നറിയപ്പെടുന്നവരാണ്. അതും ഉള്ളൂരാണ്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം വൃത്താന്ത പത്രപ്രവർത്തനം. വൃത്താന്ത പത്രപ്രവർത്തനം. രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നിലയ്ക്കാത്ത സിംബണി ആരുടെ ആത്മകഥയാണ്? നിലയ്ക്കാത്ത സിംബണി ആരുടെ ആത്മകഥയാണ്? ഉത്തരം ലീലാ മേനോൻ. വിലാസിനി എന്നത് ആരുടെ തൂലികാ നാമമാണ്? വിലാസിനി എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം MK മേനോൻ. ഓക്കെ.